ആലുവ നിയമസഭാ മണ്ഡലത്തിൽ ഹാട്രിക് വിജയം നേടിയ ശ്രീ അൻവർ സദാത്ത് ആണ് ഇപ്പോൾ ഇവിടുത്തെ UDF സ്ഥാനാർത്ഥി. അദ്ദേഹം 4ാം വിജയം തേടി ആലുവയിലൂടെ ഈ ജനങ്ങളുടെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം 24നോട് സംസാരിക്കുന്നു. ഇത്തവണത്തെ പ്രതീക്ഷ എന്താണ്? പ്രതീക്ഷയ്ക്ക് യാതൊരു കുറവുമില്ല. ഞങ്ങൾ നല്ല പ്രതീക്ഷയിലാണ്. നല്ല വിജയം ഉണ്ടാവും, നല്ല ഭൂരിപക്ഷം ഉണ്ടാവും, യാതൊരു സംശയമില്ല. ഈ ആലുവ താങ്കൾ വരുന്നതിന് മുമ്പ് ഇടതുപക്ഷം പലതവണ ജയിച്ചിട്ടുണ്ട്. ഇത്തവണ ഈ 3 തവണ താങ്കൾ ജയിക്കാനുള്ള കാരണം എന്താണ്? അല്ല, ഞാൻ വരുമ്പോൾ ഇടതുപക്ഷത്തെ MLA ആയിരുന്ന യൂസഫ് കെ ആയിരുന്നു. എനിക്ക് അതിനെ മത്സരിച്ചു. നിലവിൽ ആലുവയിൽ MLA ആയിരുന്നു. അദ്ദേഹത്തോട് ഞാൻ ജയിച്ചത്. ഇപ്പൊ ഞാൻ പറഞ്ഞു, ഞാന് MLA ആയി എന്റെ പ്രവർത്തനം ആരംഭിച്ചു. ഞാൻ പഞ്ചായത്ത് മെമ്പർ ആയ ആളാണ്, പിന്നെ ജില്ലാ പഞ്ചായത്തും. അപ്പൊ എനിക്ക് കറക്റ്റ് ജനങ്ങളുടെ അവരോട് എങ്ങനെ പെരുമാറണമെന്നോ അല്ലെ അവരോട് എങ്ങനെ അവരുടെ കാര്യങ്ങൾ നോക്കണമെന്നൊക്കെ എനിക്ക് വ്യക്തമായി അറിയാം. അപ്പൊ അതുകൊണ്ട് ഞാൻ ജനപ്രതി ആയി കഴിഞ്ഞാൽ എനിക്കതിനകത്ത് പിന്നെ രാഷ്ട്രീയമോ ജാതി മതമൊന്നുമില്ല. ആലുവക്കാർക്കൊരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ഞാൻ അവരെ ചേർത്ത് പിടിക്കും. അതും എൻ്റെ ഒരു രീതിയാണ്. അപ്പൊ അതുകൊണ്ട് അവർക്ക് എന്നെ വലിയ ഇഷ്ടമാണ്. എന്നെ എക്കാലത്തും അവർ പിന്തുണച്ചിട്ടുണ്ട്. ആ ഒരു രീതിയിൽ എൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. ഇതില് ഇലക്ഷനിൽ ഉയർന്നു വന്നിരിക്കുന്ന പ്രധാന വിവാദങ്ങൾ ഇപ്പൊ നിങ്ങൾ തന്നെ ഉന്നയിച്ചത് BJPയുമായിട്ട് CPMന് ഡീലുണ്ട്, SDPIയുമായിട്ട് ഡീലുണ്ട് തുടങ്ങിയിട്ടുള്ളതാണ്. ഇതിലെന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ? അല്ല, അതിനകത്ത് ഞാനിപ്പോൾ പൊളിറ്റിക്കൽ ഇഷ്യൂസിലൊന്നും അറിയാലോ. ഞാൻ ഇപ്പോൾ ഇലക്ഷൻ്റെ തിരക്കായതുകൊണ്ട് ലീഡർഷിപ്പാണ് അതിനൊക്കെ ഒരു പ്രതികരിക്കുന്നത്. പിന്നെ എനിക്ക് അത്രയും വാർത്തകളോ അല്ലെങ്കിൽ എന്താണ് സ്റ്റേറ്റ്മെൻറ്റോ ഒന്നും കാണാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ അവർ ലീഡർഷിപ്പ് അതിനകത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് യാഥാർത്ഥ്യമായിരിക്കും ആവശ്യം. അപ്പൊ അതുകൊണ്ട് സ്വന്തമായിട്ട് അങ്ങനെ ഒരു അല്ല, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇപ്പൊ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞാനത് മുന്നോട്ട് പോകാനുണ്ട്. മറ്റുള്ള പൊളിറ്റിക്കൽ ഇഷ്യൂസിലോ അല്ലെങ്കിൽ കാര്യത്തോ ഞാൻ ഇടപെട്ടിട്ടില്ല. ആരുടെ വോട്ട് കിട്ടിയാലും സ്വീകരിക്കുമോ? അല്ലെ, ഒരു സ്ഥാനാർത്ഥി എന്നതിൽ ആരുടെ വോട്ടും ഞങ്ങൾ മേടിക്കും സ്വാഭാവികമായിട്ടും. സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചാൽ ആര് വോട്ട് ചെയ്താലും അത് വോട്ടെന്ന് വെച്ചാൽ ആർക്കും ചെയ്യാനുള്ള അവകാശമുണ്ട്. അത് അവരുടെ വിവേചന അധികാരമാണ്. അപ്പൊ അവര് ചെയ്യട്ടെ എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈ നാഷണൽ ഹൈവേയിലൂടെ പല മണ്ഡലങ്ങളിലൂടെ കടന്നു വരുമ്പോൾ ഇവിടെ കാണുന്ന ഏറ്റവും വലിയ ഫ്ലെക്സുകളൊക്കെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയാണ്. അതേസമയം UDFന്റെ ഫ്ലെക്സുകളോ ഇതൊന്നും കാര്യമായിട്ടൊന്നും കാണുന്നില്ല. പ്രചരണത്തിൽ LDF മുന്നിലാണെന്നൊരു വാദമുണ്ട്. അതെന്ത് പറയുന്നു? അല്ല, അത് പ്രചരണത്തിൽ മുന്നാകാൻ കാരണം എന്ന് വെച്ചാൽ അവർക്ക് നല്ല പൈസ ഉണ്ട്. UDFന് തുച്ഛമായ സാമ്പത്തിക സിറ്റുവേഷനുള്ളൂ. അവർക്ക് നല്ല പൈസയും സംവിധാനം ഉള്ളതുകൊണ്ട് ഇപ്പോൾ ഹൈവേയിൽ നോക്കിയറിയാം, അടുപ്പിച്ചടുപ്പിച്ച് ഫ്ലഷ് ബോർഡുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഫ്ലഷ് ബോർഡുകൾ. അപ്പോൾ അത് അവരുടെ പൈസയുടെ ഒരു ലഭ്യതയുടെ ഭാഗമായിട്ടാണ് കൂടുതൽ ഫ്ലഷ് ബോർഡുകൾ വെക്കുന്നത്. UDFന് അത്ര പൈസ ഇല്ല. ഒരു യാഥാർത്ഥ്യം. അപ്പോൾ നിങ്ങൾ പോസ്റ്ററുകളൊന്നും അടിക്കുക അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല? ഞങ്ങൾ പോസ്റ്ററൊക്കെ അടിച്ചിട്ടുണ്ട്. ഞങ്ങൾ പോസ്റ്ററും മറ്റുള്ള ഇത് ഈ LDFൻ്റെതായ കുറേ മറ്റേ ബോർഡുകൾ വെച്ചിട്ടുണ്ട്, ഹോർഡിങ്സുകൾ. അതാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ആലുവയിൽ താങ്കൾ 3 തവണ MLA ആയിരിക്കുമ്പോൾ ചെയ്ത ഏറ്റവും മനസ്സിന് ഏറ്റവും സന്തോഷം തോന്നിയ 1-2 വികസന പ്രവർത്തനം എന്താണ്? ഇപ്പോൾ ആലുവയിൽ നമ്മളിപ്പോൾ 2 പാലങ്ങൾ തന്നെ ഉദ്ഘാടനം ചെയ്ത്, പാറപ്പുറം വല്ലങ്കടവ് പാലം, അതുപോലെ തന്നെ നമ്മുടെ ആലിങ്കക്കടവ് പാലം നെടുമ്പാശ്ശേരിയിലും. പിന്നെ അതുകൂടാതെ തന്നെ ആലുവ KSRTC ബസ് സ്റ്റാൻഡ്. കുറേ വർഷത്തെ ആലുവക്കാരുടെയും ആ KSRTC ബസ് സ്റ്റാൻഡിൽ വന്ന് പോകുന്ന ആളുകളുടെയും വലിയൊരു ആഗ്രഹമായിരുന്നു ഈ പറഞ്ഞ KSRTC ബസ്. അത് ചില KSRTC ചില ഉദ്യോഗസ്ഥന്മാരുടെ മെല്ലെപ്പോക്ക് സമീപനം കൊണ്ട് അത് ഡിലേ ആയിരുന്നു. പക്ഷേ അതിപ്പോൾ നല്ല മനോഹരമായി തന്നെ പണിതു. അത് ഏകദേശം 14 കോടി രൂപയുടെ പണിത KSRTC. എനിക്ക് പറഞ്ഞാൽ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയൊരു KSRTC ബസ് സ്റ്റാൻഡ് ആയിരിക്കുള്ളൂ. വണ്ടി പാർക്ക് ചെയ്യാനും യാത്രക്കാർ വന്നു പോകാനും ഇരിക്കാനും ഒക്കെ സൗകര്യം. അപ്പോൾ അതൊരു വലിയൊരു പ്രോജക്റ്റാണ്. അല്ല, അപ്പോൾ ഈ KSRTC ബസ് സ്റ്റാൻഡിൻ്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോഴും ഒരു പക്ഷേ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം യാത്ര ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ആലുവ പാലം എന്ന് പറയുന്നത് ഒരു തീരെ കുടുക്കാണ്. അത് എല്ലാ സർക്കാരുകളുടെ കാലത്തും പറഞ്ഞിട്ടുള്ളതാണ്. അത് ഇതുവരെ ഇപ്പോഴും അരമണിക്കൂർ 3/4 മണിക്കൂർ ശനി മറ്റേ വെള്ളി ദിവസങ്ങളിലാണെങ്കിൽ ചിലപ്പോൾ 1.25 മണിക്കൂറൊക്കെ കിടക്കേണ്ടി വരുന്നൊരവസ്ഥയുണ്ട്. അതിന് ഇത് ഉണ്ടാക്കാൻ പറ്റും? അല്ലെ, ഞാൻ അതിനുവേണ്ടി പല ശ്രമങ്ങളും നടത്തുന്നുണ്ട്. ശ്രീ ബെന്നി ബെഹനാൻ MP ഞാൻ ഉൾപ്പെടെ നിതിൻ ഗഡ്കരിനെ പോയി കണ്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അതിന് ഇനിഷ്യേറ്റീവ് എടുക്കും. ഇത് നാഷണൽ ഹൈവേ അല്ല, കാരണം പുളിഞ്ചോട് വരെ പറവൂർക്ക് വരെയുള്ള നാഷണൽ ഹൈവേ ആണ്. അപ്പോൾ അത്
മാറ്റാമെന്നും അതിനെ നടപടി എടുക്കാമെന്ന് പറഞ്ഞു. പക്ഷെ ഇതിനകത്ത് വേണ്ടത് സംസ്ഥാന ഗവൺമെൻറ് ഇനിഷ്യേറ്റീവ് എടുക്കട്ടെ. ഞാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോട് നിയമസഭയിലും അതുപോലെ നേരിട്ട് കത്തും എല്ലാം പലവട്ടം ഞങ്ങൾ ആവശ്യപ്പെട്ടു. പക്ഷേ സംസ്ഥാന ഗവൺമെൻറ് വേണ്ട ഇതിൽ ഇനിഷ്യേറ്റീവ് എടുക്കാത്തതുകൊണ്ട് മാത്രമാണ്. ഇതൊരു MPയോ MLA മാത്രം വിചാരിച്ച് നടക്കുന്നതല്ല. ഇത് ഹൈവേയുടെ വിഷയമായതുകൊണ്ട് നല്ല പൈസ വരുന്നതായതുകൊണ്ട് ഇത് സംസ്ഥാന ഗവൺമെൻറ് ഇനിഷ്യേറ്റീവ് എടുത്ത് കേന്ദ്ര ഗവൺമെൻറ്റുമായി സത്യമായിട്ട് ആ പ്രോജക്റ്റ് ചെയ്താൽ മാത്രമേ നടപടി ഉണ്ടാവുള്ളൂ. അപ്പോൾ പലവട്ടം നമ്മൾ അത് ആവശ്യപ്പെട്ടു. പക്ഷേ ഇപ്പോഴത്തെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു അനുകൂല നിലപാട് ശരിയാക്കാമെന്ന് മുഖ്യമന്ത്രിയൊക്കെ പറഞ്ഞു. പക്ഷേ ശരിയാക്കിയില്ല. പക്ഷേ ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട്, ഇത് പരിഹരിക്കേണ്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് UDF അധികാരത്തിൽ വരുമ്പോൾ ഒരു സംശയവുമില്ല, അത് സംസ്ഥാന ഗവൺമെൻറ് ഇനിഷ്യേറ്റീവ് എടുത്ത് തന്നെ ആ പദ്ധതി ഈ ട്രാഫിക് ബ്ലോക്ക് മാറ്റി, ഇത് ആലുവക്കാരുടെ മാത്രം വിഷയമല്ല, അതിൽ പോകുന്ന എല്ലാ ആളുകളുടെയും വിഷയമാണ്. അതുകൊണ്ട് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ഒരു യാത്രയുമായി വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തോട് ഞങ്ങളൊക്കെ ആവശ്യപ്പെട്ടു. അപ്പോൾ അദ്ദേഹം അവിടെ വെച്ച് പ്രഖ്യാപിച്ചു, ഇത് UDF അധികാരത്തിൽ വരുമ്പോൾ സംസ്ഥാന ഗവൺമെൻറ് ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ട് ഈ പദ്ധതി, ഈ ട്രാഫിക് ബ്ലോക്ക് മാറ്റാനുള്ള പദ്ധതി നടപ്പിലാക്കുമെന്ന് തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൽ ഞങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട്. ഇപ്പോൾ കേരളത്തിൽ ലോക്കൽ ബോഡി ഇലക്ഷനിൽ നിങ്ങൾ വലിയ വിജയം നേടി. പക്ഷെ ഇപ്പോൾ വരുന്ന സർവേകളിൽ കാണുന്നത് ഒപ്പത്തിനൊപ്പം എന്നുള്ള രീതിയിലാണ്. മലബാറിൽ UDFന് അപ്പർ ഹാൻഡ് ഉണ്ട്, സെൻട്രൽ കേരളത്തിലും. പക്ഷേ അങ്ങോട്ട് ചെല്ലുമ്പോൾ തെക്കൻ കേരളത്തിൽ LDFന് ആണ് മുൻകൈ എന്നുള്ള രീതിയിലാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഇത് ഏതെങ്കിലും തരത്തിൽ UDFൻ്റെ ചാൻസുകൾ ഇപ്പോൾ ഒപ്പത്തിനൊപ്പം എന്നുള്ളത് കുറയ്ക്കുമോ? ഒരു സംശയവുമില്ല, UDF അധികാരത്തിൽ വരും. 100 സീറ്റ് തന്നെ അധികാരത്തിൽ വരും. എന്താണ് സർവേയുടെ യഥാർത്ഥം എനിക്കറിയില്ല. പക്ഷേ UDF അധികാരത്തിൽ വരും എന്നുള്ളത് സത്യമാണ്. UDF അധികാരത്തിൽ വരും. കാരണം ഇപ്പോൾ ഗവൺമെൻറ്റിന് വലിയ ജനവികാരമുണ്ട്. ഇപ്പോൾ വിലക്കയറ്റം ഉൾപ്പെടെ പല വിഷയങ്ങളും ഇപ്പോൾ ചർച്ച ഇപ്പോൾ വേണ്ട. ഇപ്പോൾ ഗ്യാസിൻ്റെ വിഷയം വന്നു. സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും അതിനൊരു പരിഹാരം കണ്ടെത്താൻ ഇതുവരെ ശ്രമിച്ചിട്ടില്ല, അതിനുള്ള പരിഹാരം കണ്ടെത്തിയിട്ടില്ല. അപ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റിനെതിരെ വലിയൊരു ജനവികാരം ഇന്നുണ്ട്. ആ ജനവികാരം വോട്ടായി മാറും. ഇപ്പം ഞങ്ങളെ ജനങ്ങളെ കാണുമ്പോൾ ജനങ്ങൾ പറയുന്നത്, പല ജനങ്ങളുടെ ഒരു അഭിപ്രായം, ഞങ്ങളുടെ പ്രവർത്തകരൊക്കെ ഫീൽഡിൽ പോകുമ്പോൾ പറയുന്നത് വെച്ചാൽ ഇത്തവണത്തെ വോട്ട് UDFനാണ്. അപ്പോൾ കഴിഞ്ഞ തവണ വോട്ട് ചെയ്ത ആളുകൾ ഈ തവണ UDFന് വോട്ടെന്ന് വെച്ചാൽ ഈ ഗവൺമെന്റിലുള്ള ജനവികാരമാണ്. അതാണ് കാണാം. അല്ലാതെ സർവേ എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ UDF ഒരു സംശയവുമില്ല അധികാരത്തിൽ വരും. അല്ല, ഇതിന് പ്രധാന കാരണം ഇതിനു മുമ്പുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പ്, ഈ കഴിഞ്ഞതല്ല, ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയമാണ് UDF നേടിയത്. പക്ഷേ അതിനുശേഷം നടന്ന ഇലക്ഷനിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടാം തവണയും പിണറായി സർക്കാർ അധികാരത്തിൽ വന്നു. അപ്പോൾ അവർ പറയുന്നത് ഇപ്പോൾ മൂന്നാം തവണയും അധികാരത്തിൽ വരാനുള്ള സാധ്യതയുണ്ട്. നിയമസഭാ ഇലക്ഷൻ ലോക്സഭാ ഇലക്ഷൻ പോലെയല്ല എന്നുള്ളതാണ്. അല്ല, അത് അവരുടെ ഒരു നിഗമനമാണ്. പക്ഷേ നിങ്ങൾ നോക്കിക്കോ, ഇത് സംസ്ഥാന ഗവൺമെൻറ്റിലെ ജനവികാരമുണ്ട്. അത് വോട്ടായി മാറും, യാതൊരു സംശയവുമില്ല. ഇത് കോൺഗ്രസ് UDFകാർ മാത്രമല്ല, ഇടതുപക്ഷ സഹയാത്രികരും അനുഭാവികളുമൊക്കെ ഇതിന് അനുകൂലമായിട്ട് നിൽക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.